ഞങ്ങൾ മാസം തോറും പൈസ കയറ്റുമ്പോ ഒരിക്കലും സമയത്ത് തരത്തില്ല. ചാച്ചനൊക്കെ അറിയാം. അതിനോടൊക്കെ പറഞ്ഞ് ഞാൻ അമ്മച്ചിയും ചാച്ചയും വയ്യാതെ ഇവിടെ കിടന്ന കിടപ്പിലാണ്. എന്നിട്ട് കട അടച്ചേച്ചാണ് പോകുന്നത് ചോദിക്കാനായിട്ട്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു തരത്തിലും നമ്മളെ ഹരാസ് ചെയ്യുന്ന രീതിയിലാണ് സെക്രട്ടറിയുടെ ഒക്കെ പെരുമാറ്റം. ഒരു പ്രാവശ്യം റെജി എന്ന് പറഞ്ഞ സെക്രട്ടറി എന്നോട് ചോദിച്ചു, അമ്മയ്ക്ക് ക്യാൻസർ ആയിട്ട് നീ വന്നേക്കുവാണ് പൈസ ചോദിക്കാനായിട്ട് ചോദിച്ചു. അതുപോലെ വിഷമിച്ച ദിവസങ്ങളുണ്ട്. ഞാൻ കരഞ്ഞു കൂവി അവിടെ നിന്ന് ഇറങ്ങി ഓടുക ചെയ്തു. പല ദിവസവും മാർക്കറ്റിൽ വെച്ച് കരഞ്ഞിട്ടുണ്ട്. പുറകെ അവരെന്റെ പുറകെ വന്നിട്ടുണ്ട്. അങ്ങനെ ആ അവസ്ഥയിൽ ഞാൻ പല പ്രാവശ്യം കരഞ്ഞ് എല്ലാ പ്രാവശ്യവും സാവുരെ വിളിക്കും. ഇവിടുന്ന് കടയടച്ചേച്ച് അങ്ങോട്ട് വരും. കടയടച്ചേച്ച് വന്നിട്ട് ബാക്കി ചോദിക്കും പൈസ. എന്നെ തെരുതെരെ അങ്ങോട്ട് വിളിക്കുന്നു. സാവ് പോവുകയില്ല, പരമാവധി സാവ് പോവുകയില്ല. ഞാനാണ് എപ്പോഴും ഈ ബാങ്കിന്റെ ഇടപാടും കാര്യങ്ങൾക്കെല്ലാം ഓടുന്നത്. സാവുവിന് പറയാനുള്ള ശക്തി ഇല്ല ആൾക്ക്. ഞാനാണ് പിടിച്ചു നിർത്തുന്നത് കാര്യങ്ങൾ. ഒത്തിരി പ്രാവശ്യം പുറകെ നടന്ന് റിക്വസ്റ്റ് ചെയ്ത് കരഞ്ഞ് ഞാൻ പല പ്രാവശ്യം ബാങ്കിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വന്നിട്ടുണ്ട്.